കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു കുഞ്ഞിന് ഷോപ്പിംഗ് ആട്ടോ. 2-3 ദിവസത്തെ വീഡിയോസ് ഒന്നിച്ചെടുത്തതാണ്. അതായത് നമ്മളിപ്പോൾ ആദ്യം പോയത് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നിലമ്പൂർ ജെൻ ഷോപ്പിക്കാട്ടോ പോയത്. ഇപ്പം നമ്മൾ അവിടുന്ന് ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു കുട്ടി വീഡിയോ ആട്ടോ. അപ്പോൾ അത് ആൾ പോയി അവിടെ. ഇപ്പോൾ ഇന്നത്തോട്ടപ്പോൾ ഡ്യൂട്ടിക്ക് കയറുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നത്. ഇപ്പോഴാണ് അതൊക്കെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളപ്പോൾ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോസ് ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ 2 വികൃതി കുട്ടന്മാരും അവിടെ ഓരോരോ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ 2 ആളെയും കൊണ്ട് പോകുമ്പോൾ വല്ലാത്ത രസം. നമ്മൾ വെള്ളം തേലും കുടിക്കാൻ വേണ്ടി കൂൾബാറിൽ കയറത്തത് ഇച്ചൂസ് അവന് വേണ്ടത് അവിടെ പോയി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിനും കൂടെ ഒരു ബോൾ മിഠായി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടനും ഇന്നും കൂടെ മിഠായി എടുത്ത് അതിൻ്റെ പണി അപ്പം തന്നെ അവിടെ തീർത്തു. അപ്പോൾ 2 ആളും കൂടെ ഒരു ലൈമല്ല, നമ്മൾ പൈനാപ്പിൾ ജ്യൂസും ഒരു ലൈമും ആയിട്ട് വന്ന 2 പൈനാപ്പിളും ഒരു ലൈമും പറഞ്ഞു. പിന്നെ അതാ ഒരു ഷവർമയും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാ അമ്പലക്കുട്ടനെ അച്ചായിക്കുട്ടൻ ജ്യൂസൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ 2 ആളും ഷവർമ കഴിച്ചില്ല. 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഒന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ തന്നെ കുത്തിരുന്ന് തിന്നണ്ടോ. ഏട്ടനും കഴിച്ചില്ല. ഏട്ടനും ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അത്ര ഉണ്ടാകുന്നു. പിന്നെ ഞാൻ തന്നെ ഇന്ന് കഷ്ടപ്പെട്ട് മുഴുവൻ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും കൂടെ കഴിക്കാലോ എന്ന് കരുതിയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് മുഴുവൻ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്നതാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊന്നിച്ചുള്ള ഓരോ നിമിഷവും നമ്മളിങ്ങനെ ക്യാമറയിൽ പകർത്തുമ്പോൾ പിന്നീട് കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അമ്പൂഡോസിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വിട്ടു. അപ്പോൾ നമ്മൾ ഇച്ചിരി നാരങ്ങ നമ്മൾ മറ്റേ ഗോലി സോഡ ഉണ്ടല്ലോ അത് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഗോലി അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ അവിടെ കൂടെ പോകുമ്പോൾ പറയുന്നുണ്ട് ഏകദേശം ഒരു 5 മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഇതാ നമ്മളെ സുട്ടുമണികൾ ഉറങ്ങി കേട്ടോ. ഒരാൾ ഉറങ്ങി. അപ്പോൾ അതപ്പോൾ നല്ല രസം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങത്തില്ല. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ 2 കൂടെ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് തെറ്റിപ്പിണങ്ങി നിൽക്കുക കേട്ടോ. ആൾക്കതൊന്നും ഇഷ്ടമല്ല ഉറങ്ങുന്നതൊന്നും കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുക. നമ്മൾ 2 ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി, പിന്നെ ഒരു പാമ്പേഴ്സ് വാങ്ങി. നമ്മൾ നിലമ്പൂർ ജീൻസ് കോർണറിന് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. മക്കള് നമ്മൾ 2 ഇന്നർ ബനിയൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം. പിന്നെ ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. കഴുകണ്ടേ? പിന്നെ ഒരു പാൻറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 3 സെറ്റ് അടങ്ങിയ ഒരു സോക്സും വാങ്ങിയിട്ടുണ്ട്. ഇതിന് 150 രൂപ എങ്ങാനാന്ന് തോന്നുന്നു അല്ലേ? 195. പിന്നെ കുറച്ച് ടവലുകളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു തോർത്ത് വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. ഇനി ബാക്കി പർച്ചേസിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ വോയിസ് ചിലപ്പോൾ കുറച്ച് കുറവ്. നമ്മൾ ഷർട്ടും ഇന്നർ ബനിയൻസും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അതാ ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ വാങ്ങി. ഒന്ന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് പച്ചതായിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മളതെടുത്ത് ഷെയ്ക്കൊക്കെ അടിച്ചിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എല്ലാന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 സുട്ടുകളും കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ വാങ്ങി, അച്ചാറൊക്കെ ഇട്ട് മീനച്ചാറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. സൂപ്പർ റെസിപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇച്ചുമോന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അവന് വലിയ സ്പൈഡർമാൻ്റെ ബാഗും ഒക്കെ വാങ്ങണമെന്നായിരുന്നു. അപ്പോൾ അത് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ സ്പൈഡർമാൻ്റെ ബാഗൊക്കെ കിട്ടി. അതിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ കേട്ടോ മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. കാരണം അവൻ ആഗ്രഹിച്ച മോഡലിൽ അവന് കിട്ടി. അപ്പോൾ ചേട്ടന് വാങ്ങിയില്ല, അപ്പോൾ എനിക്കും കൂടെ വേണമെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ
മുത്തുമണി. അപ്പോൾ അതാ നമ്മൾ ഓരോന്നായിട്ട് ഷോപ്പ് ചെയ്യും കേട്ടോ. ആദ്യമായിട്ടാണ് ഷോപ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മളെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നും മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഒരു രസമല്ലേ അവൻ വലുതാകുമ്പോൾ അവനെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ നമ്മൾ ബോട്ടിൽ വാങ്ങിയപ്പോൾ 2 ബോട്ടിൽ വാങ്ങി. പിന്നെ അത് അയച്ചുവിനെ ആഗ്രഹിച്ച പോലെ തന്നെ സ്പൈഡർമാൻ്റെ ബോട്ടിൽ കിട്ടി. ഞാൻ വേറൊരു സ്റ്റീലിൻ്റെ ബോട്ടിൽ എടുത്തു. അപ്പോൾ അവനത് പറ്റിയില്ല. പിന്നെ നമ്മൾ ഫുഡ് കൊടുത്ത് വിടണ്ട, ചിലപ്പോൾ 2-3 ദിവസം കൊടുത്ത് വിടേണ്ടി വരും. കറി എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കറി കൊടുക്കുന്നൊരു പാത്രം. പിന്നെ നമ്മൾ പ്ലേറ്റ് ആട്ടോ വാങ്ങിയത്. ഫുഡ് കൊടുത്ത് വിടേണ്ട ആവശ്യമില്ല, ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ഇനി ഞങ്ങളിതാ ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചായ കുടിക്കാമെന്ന് ഇത് കയറി. ഒരു ചായ അല്ല, നമ്മളൊക്കെ ഐസ്ക്രീം മതി. ഞാൻ ചെറിയൊരു മിൽമേൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. ഇപ്പോൾ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചേ. നമ്മൾ ന്യൂ വെറൈറ്റി സെന്ററിൽ നിന്നാണ് വാങ്ങിയത്, നിലമ്പൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതാ എനിക്കൊരു ബാഗ് വാങ്ങി. ഇത് 2 കമ്പാർട്ട്മെന്റുള്ള ബാഗാട്ടോ. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ 2 പോക്കറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബാഗാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ നമ്മളെ പൊന്നുമണിയൊക്കെ 2 ഓരോ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി. ഇച്ചുവിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൈഡർമാൻ്റെ പിക്ചറുള്ള കുപ്പി കേട്ടോ വാങ്ങിയത്. അവന് ഇങ്ങനത്തെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ അമ്പുകുട്ടനെ ഒന്ന് വാങ്ങി, നോർമലായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഉള്ള ടൈപ്പ് സ്ട്രോ ഉള്ള ഒരു വെള്ളം കുപ്പി കേട്ടോ വാങ്ങിയത്. ഇത് അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പണിങ് വരുന്ന കുപ്പി കേട്ടോ. പിന്നെ നമ്മള് ബാഗ് ഇതാട്ടോ, കണ്ടോ, സ്പൈഡർമാൻ്റെ ഒരു ബാഗ് വാങ്ങിയിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം 3 കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റും 2 വലിയ കമ്പാർട്ട്മെന്റും. പിന്നെ ഒരു കുട്ടി ബോക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പെൻസിൽ ബോക്സ്. 2 കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പെൻസിൽ ബോക്സ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കറിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ നോർമൽ ആയിട്ടുള്ള പാത്രം കേട്ടോ. പിന്നെ ഒരു സാധാരണ ഒരു സ്നാക്ക് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒറ്റ ഇതുള്ള ഒരു സ്നാക്ക് ബോക്സ് ആണ്. പിന്നെ നമ്മള് കോപ്പീസിന്റെ ഒരു കൊടയുടെ വാങ്ങിയിരുന്ന ബെൻഡന്റെ. ചോറുമാതറല്ലേ പിന്നെ ഇതാ ഒരു ചോറ് പാത്രം വാങ്ങിയിട്ടുണ്ട്. ഇത് സ്കൂളിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ ഒരു പാത്രം കൂടെ വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മള് അല്ലാതെ കുറച്ച് പർച്ചേസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സോപ്പ്, പേസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാ. അപ്പോൾ പിന്നെ നമ്മൾ പോയത് നമ്മളെ എടക്കേര ഹോൾസെയിൽ കടയിലേക്കായിട്ട് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അച്ചാർ, മാങ്ങച്ചാറും മീനച്ചാറും ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് ബേക്കറിയും കൂടെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വിട്ടിട്ട് അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോയിരിക്കുന്നത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഷൂ വാങ്ങണമായിരുന്നു. ഷൂ വാങ്ങുന്ന കാര്യം പറ്റ വിട്ടു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയാണ് ഷൂ വാങ്ങിയത്. ആകെ നനഞ്ഞ് കുളിച്ച് പോയത്. ഷൂ ഒക്കെ വാങ്ങി, അടുത്ത ഷൂ ആണ്. പിന്നെ എനിക്കൊരു ചെരുപ്പും വാങ്ങിയിട്ടോ, പക്ഷെ വീഡിയോ എടുക്കാനും മറന്നുപോയി. നല്ല അടിപൊളി ചെരുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അത് വാങ്ങിയപ്പോൾ എനിക്കും കൂടെ ഒന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിച്ചെടുപ്പോൾ വന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് കയറിയത്. അവിടെയുള്ള ലിസ്റ്റൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഭയങ്കര ഒരു ഇതിലാട്ടോ പോകുന്നതിൻ്റെ ഭയങ്കര സങ്കടം. നമ്മൾ തലേന്നാണ് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇച്ചുവിന് എടക്കര നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എടക്കര സ്കൂൾ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വിട്ട് മക്കളെ ഒന്ന് സെറ്റാക്കി വെച്ച് നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഐറ്റംസൊക്കെ ആയിട്ട് വാങ്ങിയതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടപ്പെട്ട് പാക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ പുറത്ത് കാണിച്ചില്ല, ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അറിയൂല രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ പോകണമെന്നൊരു ദിവസം അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവില്ല വേണമെങ്കിൽ, അത്രയും വിഷമമായിട്ട് അടുത്തേക്ക് പോകുമ്പോൾ നെഞ്ചിങ്ങനെ വിങ്ങിയായിരുന്നു നടന്നിട്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും ഓക്കെ ആയി, മക്കളൊന്നും ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോകുന്നു. നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ട് പിന്നെ കുറച്ച് പഴുത്ത മാങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കുറച്ച് കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.